ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനുമൊക്കെ സൈഡ് ഡിഷ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള കറി. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഗ്രീൻ പീസ് ഒരു 7-8 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കുക്കറിലാണ് കറി വെക്കുന്നത്. അതിനായിട്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ കുക്കർ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 2 സവാള അരിഞ്ഞതും അതേപോലെ 5 പച്ചമുളക് അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് എരിക്ക് ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതൊന്ന് ജസ്റ്റ് വരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് എടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മസാലകളാണ്. ഒരുപാട് മസാലകളൊന്നുമില്ല. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതേപോലെ 2.5 അല്ലെങ്കിൽ 3 സ്പൂണോളം മല്ലിപ്പൊടി. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 സ്പൂണോളം ഗരം മസാലയും, പിന്നീട് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടിക്ക് പകരമാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം 2 കപ്പ് അളവിനുള്ള ഗ്രീൻ പീസിൻ്റെ മസാലയും അതേപോലെ ഉള്ളിയുടെ അളവാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 2 കപ്പ് അല്ലെങ്കിൽ ഇതൊന്ന് നെതുക്കി നിൽക്കുന്ന രീതിക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതിനൊരു 2-3 വിസിൽ നമുക്ക് കേൾപ്പിക്കാം. അപ്പോൾ നല്ലതുപോലെ വിസിലൊക്കെ കേട്ട് ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഗ്രീൻ പീസൊക്കെ നല്ലപോലെ വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ പരിപാടികളൊന്നുമില്ല. ഇതേപോലെ തന്നെ സെർവ് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് ഇതേപോലെ കുറുകി വേണ്ട, ഇച്ചിരി കറിയായിട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അതല്ല ഇതേപോലെ കുറുകിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇത്. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഈസി കറി തയ്യാറാക്കി നോക്കണം. തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഈ കറി എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.